ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ നടന്ന ആദ്യ ഏകദിന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആവേശഭരിതമായ ഒരു മത്സരമായിരുന്നു. ഒടുവിൽ 17 റൺസിനാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. പൊരുതിക്കൊണ്ടാണ് ഇന്ത്യ ഈ ഒരു വിജയം സ്വന്തമാക്കിയത്. അവസാനം വരെ സൗത്ത് ആഫ്രിക്ക വെല്ലുവിളി ഉയർത്തിയിരുന്നു. റാഞ്ചിയിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ ഇന്ത്യയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്തിരുന്നത്. 8 വിക്കറ്റ് നഷ്ടത്തിൽ 349 എന്ന നല്ല ഒരു ലക്ഷ്യം ഇന്ത്യ ഉയർത്തി. എടുത്തു പറയേണ്ടത് വിരാട് കോഹ്ലിയുടെ സെഞ്ചുറിയാണ്. 120 പന്തുകളിൽ നിന്നും 135 റൺസ് നേടാൻ കോഹ്ലിക്ക് കഴിഞ്ഞു. 11 ഫോറുകളും 7 സിക്സറുകളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. രോഹിത് ശർമ്മ 57 റൺസ് സ്വന്തമാക്കിയിരുന്നു. കൂടാതെ രാഹുൽ 60 റൺസും രവീന്ദ്ര ജഡേജ 32 റൺസും സ്വന്തമാക്കിയിരുന്നു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ സൗത്ത് ആഫ്രിക്കയ്ക്ക് തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ നഷ്ടമായി. പക്ഷേ പിന്നീട് മികച്ച ഒരു കൂട്ടുകെട്ട് അവിടെ ഉയർന്നു വരികയായിരുന്നു. മാത്യു ബ്രെഡ്സ്കിയും അതുപോലെ തന്നെ മാർക്കോ യാൻസനും ചേർന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. പക്ഷേ ആ കൂട്ടുകെട്ട് പൊളിച്ചത് കുൽദീപ് യാദവാണ്. യഥാർത്ഥത്തിൽ കളി തിരിച്ചത് കുൽദീപ് യാദവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരൊറ്റ ഓവറിൽ ഈ രണ്ട് താരങ്ങളുടെയും വിക്കറ്റ് എടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ബ്രെഡ്സ്കി 72 റൺസും യാൻസൺ 70 റൺസുമാണ് എടുത്തത്. പിന്നീട് കോർബിൻ ബോഷാണ് പൊരുതിയത്. 51 പന്തുകളിൽ നിന്നും 67 റൺസ് അദ്ദേഹം സ്വന്തമാക്കി. പക്ഷെ അവസാനത്തിൽ അദ്ദേഹത്തിന്റെ വിക്കറ്റ് കൂടി ഇന്ത്യ വീഴ്ത്തുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ 17 റൺസിന്റെ ഒരു വിജയം ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.